എല്ലാം നടന്നും നാജറാനെത്തി മാമാനെ കണ്ട് വിവരം പറഞ്ഞുണർത്തി കരുണർ നബിയാക്കു ബലിബാനാടായൊത്ത് കാട്ടിൽ പോയി ഉത്സാഹി ചോരാടും മേയിത്ത് മോഹം പേരുണ്ട് കവിഞ്ഞിടും നോളാനെത്തി പിന്നലി പാടോത്ത് മൊത്തമാകണവിട്ട് അവളത്താരായി പിള്ളാരി വൃത്തിയൊട്ട് എന്നാൽ രണ്ടാളായും തന്നോളാം ഞാൻ നിനക്ക് എന്റെ അമ്മാവൻ പറഞ്ഞു ഡിമാൻഡ് മറ്റൊന്നുമല്ല. ഒരു പെൺകുട്ടിക്ക് 7 കൊല്ലം എന്ന കണക്കിൽ 2 പെൺകുട്ടികൾക്ക് 14 വർഷം എന്റെ വീട്ടിൽ ആട് നോക്കിക്കൊള്ളാമെന്ന് കരാറ് ചെയ്യണം. ഞാൻ ഒരു കുട്ടിനെ കെട്ടിച്ചേർന്നതിന് 7 കൊല്ലം, രണ്ടാമത്തോളം കെട്ടിച്ചേർന്നതിന് വേറെ 7 കൊല്ലം, അങ്ങനെ 14 കൊല്ലം എന്റെ ആട്ടുംകുട്ടികളെ നോക്കി ഇവിടെ നിൽക്കാം എന്ന കരാറ് നിനക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ കെട്ടിച്ചു തരാം എന്നാ പറഞ്ഞത്. അമ്മാവന് 2 ലാഭമാണ്. ഒന്ന്, ആടുകളൊക്കെ നാളായി 14 കൊല്ലത്തിന് 2 എണ്ണം ഒപ്പാണ് പോവുകയും ചെയ്യും, ഒരു നട്ടുമില്ല. ഇങ്ങനെ ചില വാപ്പാരുണ്ട്, നസീബിന്റെ വാപ്പാര്. യാക്കൂബിനെ വിചാരിച്ച് നാട്ടിക്ക് പോയിട്ടും വലിയ കാര്യം ചെയ്യാൻ സ്വന്തം ജ്യേഷ്ഠൻ കണ്ടാ കൊല്ലാൻ നടക്കുകയാണ് അവിടെ. അതുകൊണ്ട് അത് പോണ്ട, കിട്ടിയതിനും കിട്ടി, ഉള്ളവും കഴിച്ചു പോയച്ചൊരു ഭാഗത്ത് കിടക്കാം, അത് നല്ലതെന്ന് വിചാരിച്ച് യാക്കൂബ് നബി അത് സമ്മതം മൂളി എന്നാ 2 കുട്ടികളെയും കെട്ടി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ അമ്മാവൻ സമ്മാനം കൊടുത്തു. നമ്മളെ കണ്ടല്ലോ നമ്മളെ കുട്ടികളെ കല്യാണം കഴിച്ചു കൊടുത്താൽ പിറ്റേ ദിവസം അല്ലെങ്കിൽ പിറ്റേ ദിവസം 2 ദിവസത്തിന്റെ ഉള്ളിൽ ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ഒരു യാത്ര ഉണ്ട് അല്ലേ? ഇവിടെ കല്യാണം അങ്ങനെ എന്തെങ്കിലും പറയാം, അടുക്കള കാണാനോ? ഞങ്ങളൊക്കെ ആ ഭാഗത്ത് പറയാം അടുക്കള കാണാനോ. നിങ്ങളെന്താ പറയുക? പെൺകുട്ടികളെ കെട്ടിച്ചയച്ചാൽ ആ പെൺകുട്ടികളെ വീട്ടിലേക്ക് ഒരു സന്ദർശനം, ബാക്കി ഒന്നായിട്ട് പോകും, കുറെ പലഹാരങ്ങളും ചിലപ്പോൾ ചില ഫർണിച്ചർ സാധനങ്ങളൊക്കെ ആയിട്ട്. തെക്കൻ ജില്ലയിലും വടക്കൻ ജില്ലകളിലൊക്കെ വ്യത്യസ്ത ശൈലിയാണ്. മലപ്പുറം ജില്ലയിലൊക്കെ പ്രത്യേകിച്ച് അത്ര വലിയ സാമ്പത്തിക ചെലവുകളൊന്നും അല്ല, എന്നാൽ പോലും നമ്മൾ പോവാറുണ്ട്. അത് പഴയ കാലത്ത് തന്നെ ഉള്ളതാണ്. അങ്ങനെ പെൺകുട്ടികളുടെ ക്ഷേമം അന്വേഷിച്ചുകൊണ്ട് ബാപ്പയും ഉമ്മയും ആ കെട്ടിച്ചയച്ച വീട്ടിലേക്കൊന്ന് പോകും. അങ്ങനെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ സമ്മാനം കൊടുത്ത് പോരുന്ന കെട്ടിച്ച് 2 ദിവസം കഴിഞ്ഞപ്പോ ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ 2 ഭാര്യമാർക്കതാ തന്റെ പ്രിയപ്പെട്ട അമ്മാവൻ 2 സമ്മാനം കൊടുത്തു. ആ സമയത്ത് യാക്കൂബ് നബി വീട്ടിലില്ല. യാക്കൂബ് നബി ഇവിടെ കാട്ടിലേക്ക് ആട് നോക്കാൻ പോയതാണ്. ഈ 2 റാഹീലിന്റെയും ലിയ എന്ന് പറയുന്ന 2 പെമ്മക്കളുടെ അടുക്കലേക്ക് ബാപ്പ വന്നിട്ട് കൊടുത്തത് എന്താണെന്നറിയോ? അന്ന് മാർക്കറ്റുകളിൽ മനുഷ്യനെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന കാലഘട്ടമാണ്, അടിമയാക്കി വെക്കുന്ന കാലഘട്ടം. നല്ല സുന്ദരിമാരായ 2 പെൺകുട്ടികളെ വാങ്ങിയിട്ട് 2 ആൾക്കും കൊടുത്തു. അടിമ പെണ്ണുങ്ങളാണ്, അവരെ അറക്കാനും അവരെ കൊല്ലാനും അവരെ ശിക്ഷിക്കാനും അവരെ രക്ഷിക്കാനും ഒക്കെ സർവാധികാരം വാങ്ങിയ ഉടമക്കുണ്ട്. അതുകൊണ്ട് തന്നെ റാഹീലിനും ലിയ എന്ന് പറയുന്ന മകൾക്കും 2 അടിമകളെ വാങ്ങിക്കൊടുത്തു, അവരുടെ ജോലികളിൽ സഹായിക്കാൻ. അതാണ് സമ്മാനം. അങ്ങനെ റാഹീലിനും കിട്ടിയ 1, ലിയാക്കും കിട്ടിയ 1. ഭർത്താവായ യാക്കൂബ് നബി ആളുവക്കലൊക്കെ കഴിഞ്ഞ് വൈകുന്നേരത്ത് തിരിച്ചു വന്നപ്പോ 2 സുന്ദരിമാരായ പെൺകുട്ടികൾ ഇങ്ങനെ നിൽക്കുക. അപ്പൊ ഈ 2 ഭാര്യമാര് ഏട്ടത്തി അനുജത്തി ഈ 2 എണ്ണത്തിനെയും പിടിച്ചിങ്ങോട്ട് കൊണ്ടുവന്നിട്ട് പറഞ്ഞു യാക്കൂബ് നബിയോട്, ഇന്ന് ബാപ്പ വന്നപ്പോ ഞങ്ങൾക്ക് തന്ന സമ്മാനമാണ് ഈ കാണുന്ന സുന്ദരികളായ പെൺകുട്ടികൾ. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് കിട്ടിയാലും അത് നിങ്ങൾക്ക് ഉള്ളതാണല്ലോ, അതുകൊണ്ട് എടുത്തോളേ. നിങ്ങളൊന്ന് ചിന്തിക്കണം, ഇന്നത്തെ കാലത്തും അത് ഉണ്ട് നിൽക്കുക. അപ്പൊ നിങ്ങളൊക്കെ കെട്ടിയവരാണല്ലോ, നിങ്ങളാരെങ്കിലും അമ്മോശൻ ഇന്ന് അങ്ങനെ രാവിലെ വന്നു വീട്ടില് നിങ്ങളെ ഭാര്യയുടെ അടുത്ത് ഒരു സുന്ദരിയായ ഒരു പെണ്ണിനെ നിർത്തി മൂപ്പര് പോയി. നിങ്ങൾ വീട്ടിലേക്ക് ചെല്ലുമ്പോ നിങ്ങളെ ഭാര്യ നോക്കിന്ന് ഇവിടെ വരി, എന്റെ വാപ്പ കൊടുന്നതാ, നിങ്ങൾ എടുത്തോളിട്ടാ എന്ന് പറയാ. പറയില്ലെന്ന് മാത്രമല്ല വര കണ്ട് വരച്ചിട്ട് പറയും, പിന്നെ ഇവിടുന്ന് നടത്താൻ പാടില്ല, ഇവിടെ അങ്ങോട്ടേക്ക് നോക്കാൻ പാടില്ല, അവിടെ നിൽക്കുന്നിടത്തേക്ക് പരിസരത്ത് ശ്രദ്ധിക്കാൻ പാടില്ല. കർശനമായ നിർദ്ദേശങ്ങൾക്ക് വിധേയരായിട്ട് അതാണ് അക്കാലം.